വലിയേട്ടാ, നാളെയല്ലേ ശ്രാദ്ധം. അതോടെ നമ്മുടെ കുടുംബത്തോട് നമുക്ക് ശാശ്വതമായിട്ട് വിട പറയേണ്ടി വരുമല്ലേ? അതെ ശാന്തമ്മേ, ശ്രാദ്ധ കർമ്മങ്ങൾ കഴിയുമ്പോ എന്നേക്കുമായി കുടുംബത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരും. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഈ ലോകത്തോട് വിട പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. നമുക്കുണ്ടായ ഈ അവസ്ഥ നമ്മുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന ഇപ്പൊ എന്റെ പേടി. നമ്മുടെ വംശത്തെ ബാധിച്ചിരിക്കുന്ന ശാപം ഏതു വിധത്തിലാണ് കടന്നു വരിക എന്ന് ഞാൻ പല സമയത്തും ആലോചിച്ചിരുന്നു ശാന്തമ്മേ. പക്ഷേ വീട്ടിൽ തന്നെ ഒരു ശത്രു ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അവിടെ എനിക്ക് തെറ്റിപ്പോയി. ഇനി നമ്മുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മുടെ വംശം ഇനി എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ജീവനെടുത്ത ആ ദുഷ്ടജന്തുക്കൾ ഇപ്പൊ എവിടെയാവും? വല്യച്ഛനും അമ്മായും മരിച്ചിട്ട് ഇപ്പൊ 10 ദിവസമായി. എന്നിട്ടും ഇവിടെ ഒരനക്കവും കാണുന്നില്ലല്ലോ. അതുണ്ടായിക്കോളും. അവനെ ഇപ്പൊ തന്നെ കൊന്നു കളഞ്ഞേക്കാം. എടാ നിന്നെ ഞാൻ നിന്നെ വലിയേട്ടാ, ഇപ്പൊ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. നമ്മളെ ഈ അവസ്ഥയിൽ എത്തിച്ച ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. വരുൺ, എന്തെങ്കിലും നടക്കുമെന്ന് കാത്തിരുന്ന ഒന്നും നടക്കില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. വലിയേട്ടാ, ഊർമിളയുണ്ടായിരുന്നു ഇവരുടെ കൂടെ. ശാന്തി ചെറിയമ്മ മരിച്ചിരുന്നെങ്കിലെന്ന് പലവട്ടം ചിന്തിച്ചു. അപ്പൊ പോയോ? നമ്മളായിട്ട് അവരുടെ ജീവൻ എടുക്കേണ്ടി വന്നു. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ല. ഊർമിളേ, നീയും ഈ ദുഷ്ടരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ നീയും നമ്മുടെ വംശത്തിന്റെ തകർച്ചയാണോ ആഗ്രഹിക്കുന്നേ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഊർമിളെ. ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത് എന്തിനാണെന്നറിയാലോ? ഈ വീടിന്റെ അധികാരം എന്റെ കയ്യിലാവണം. പേരിന് മൂത്ത മരുമോളാണെങ്കിലും അധികാരം വൈദേഹിയുടെ കയ്യിലല്ലേ? ഇപ്പൊ അച്ഛന്റെ കാലം കഴിഞ്ഞതോടെ പകുതി പ്രശ്നം ഒതുങ്ങിക്കിട്ടി. ബാക്കിയുള്ള തടസ്സങ്ങളും കൂടി നീങ്ങിക്കിട്ടണമെങ്കിൽ ദേവനെയും അങ്ങ് കൊന്നുകളയണം, അതല്ലേ? അതിന് വൈദേഹി ഇല്ലാതാക്കിയ പ്രശ്നം അങ്ങ് തീരുമല്ലോ. സുഹാസിനി, എന്താ ഇവരീ പറയുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലാനാണോ ഇവർ പ്ലാൻ ചെയ്യുന്നത്? എല്ലാവരെയും കൊന്നൊടുക്കാനാണെങ്കിൽ നമുക്ക് ഭരിക്കാനോ ആരെങ്കിലും വേണ്ടേ? വൈദേഹിയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അവളെ മറ്റെല്ലാരും ശത്രുവായി കാണണം. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവളിൽ ഭയമുണ്ടാവണം. അധികാരം കിട്ടാത്തതിന്റെ പേരിൽ ഇത്രയും വലിയ ചതിയോ? അവർ രണ്ടുപേരും വെറും ബന്ധുക്കൾ മാത്രമാണ്. ഈ തരത്തിൽ മാത്രമേ ചിന്തിക്കാനാവൂ നമുക്കറിയാം. പക്ഷേ ഇത് നിന്റെ കുടുംബമല്ലേ ഊർമിളെ? നിനക്കെങ്ങനെ ഇതുപോലെ ചിന്തിക്കാൻ പറ്റുന്നേ? ഭയം വെച്ചാ എങ്ങനെയുള്ള ഭയം? മരണഭയം. ഞാനും പറഞ്ഞത് അത് തന്നെയല്ലേ. ദേവനെ അങ്ങ് കൊന്നു കളഞ്ഞാ പോരെ? മനുഷ്യരെ കൊന്നുകളഞ്ഞ
പേടിയല്ല, സങ്കടം മാത്രമേ ഉണ്ടാവൂ. പക്ഷെ പേടി മാത്രം ഉണ്ടാവണമെങ്കിൽ മരണം അവളെ പിന്തുടർന്നുകൊണ്ടിരിക്കണം. ഏത് നിമിഷവും ജീവൻ പോകൂന്നുള്ള അവസ്ഥയിലെത്തിക്കണം. അപ്പം മനസ്സിൽ കുടിയേറുന്ന ഭയം അവളുടെ ഓരോ ഞരമ്പിലും പടർന്നു കയറും. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഊർമിളെ. ആദ്യം തൊട്ടേ എന്റെ മനസ്സിലുണ്ടായിരുന്നതാ. വീട്ടിൽ എപ്പോ എന്ത് അപകടം സംഭവിക്കൂ എന്നുള്ള ഭയം. അതിന് കാരണം വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണെന്ന് മറ്റെല്ലാവരെയും വിശ്വസിപ്പിക്കണം. അപ്പോ ആ കുഞ്ഞ് ജനിക്കാൻ കാത്തിരിക്കുന്ന കൊട്ടാരം വീട്ടിലെ കുടുംബ സദസ്യരെല്ലാവരും ആ കുഞ്ഞിനെ തന്നെ വേണ്ടാന്ന് വെക്കും. വൈദേഹി ഇവിടുന്നടിച്ച് പുറത്താക്കും. എന്തൊരു ക്രൂരത ഇത്! നമ്മുടെ ഊർമിളയാണോ ഇതൊക്കെ പറയുന്നത്? കേൾക്കുന്നുണ്ട് വല്യേട്ട. ഇവരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ അമ്മയില്ലാതാക്കി. എന്നിട്ടിപ്പോ അവളുടെ കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമമാണല്ലോ. ഇത് ചതിയാണ് ഊർമിളെ. ഒരു പാപവും അറിയാത്ത ആ കുഞ്ഞു ജീവൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ വംശം അറ്റുപോണമെന്നാണോ നീ ചിന്തിക്കുന്നത്? എന്റെ ഭഗവാനെ, ഇതൊന്നും കണ്ടിട്ട് നിനക്ക് മനസ്സലിവുണ്ടാകുന്നില്ലേ? എന്നാ പ്ലാൻ എന്താന്ന് പറ. അതിന് കൈനോട്ടക്കാരിയുടെ സഹായം വേണ്ടിവരും. 11ാം ദിവസത്തെ ശ്രാദ്ധം കഴിയുന്നതിന് മുൻപായിട്ട് ഇവിടെ മറ്റൊരു മരണം കൂടി ഉണ്ടാവുമെന്ന് പറയിക്കണം. വീട്ടിലെല്ലാവരും അത് കണ്ണടച്ച് വിശ്വസിക്കണം. അതൊക്കെ വിശ്വസിച്ചോളൂ. ഇതിനു മുമ്പാ കൈനോട്ടക്കാരി പറഞ്ഞത് നമ്മൾ സത്യയ്ക്ക് മാറ്റിയില്ലേ? ഇനി അവരെന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിച്ചോളൂ. അതിരിക്കട്ടെ, ആരുടെ മരണോ? ആരാണെന്നുള്ളതല്ല കാര്യം. ആരും മരണപ്പെടുകയാണെങ്കിലും അതിന് കാരണം വൈദേഹിയുടെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കണം. എന്നാ പിന്നെ മറ്റാരും വേണ്ട. എല്ലാത്തിനും എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവൻ, എന്റെ ജീവൻ എടുക്കാൻ നോക്കി നടക്കുന്നവൻ, ആ ദേവന്റെ മരണം തന്നെ ആയിക്കോട്ടെ. ദേവം മരിക്കണമെന്നോ? അതെ ഊർമിളെ. ഇനി നമ്മൾ എന്തൊക്കെ നേടിയാലും ദേവൻ ജീവനോടെ ഉള്ളിടത്തോളം അവനെല്ലാം തന്നെ മറികടക്കും. ആ മുള്ള ആദ്യം എടുത്ത് കളയണം. നിന്റെ ഭർത്താവിനെ പിണ്ടം വെക്കാൻ യോഗവുമില്ല. കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ദേവനായിരിക്കുമല്ലോ. കർമ്മങ്ങളുടെ ഭാഗമായിട്ട് അവൻ പുഴയിൽ മുങ്ങി എഴുന്നേക്കണ്ടേ? അത് മതി. മുങ്ങാൻ പോയവൻ ശവമായിട്ടേ പൊങ്ങാൻ പാടുള്ളൂ. പുഴയിൽ മുങ്ങിയവന്റെ തല പിന്നെ പൊങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിക്കോളാം. എന്റെ മഹാദേവ, എന്ത് ഇതൊന്നും നിനക്ക് കാണാൻ കഴിയാത്തത്? നിന്റെ തൃക്കണ്ണിവർക്ക് നേരെ എന്തുകൊണ്ട് തുറക്കുന്നില്ല? അതോ നീ 3 കണ്ണും അടച്ചിരിക്കുകയാണോ? കണ്ണു തുറന്ന് ഇവര് ചെയ്യുന്നത് കാണു ഭഗവാനെ. ഈ ഗൂഢാലോചനയ്ക്ക് വിരാമമിടണം ദേവ. കാക്കണേ ദേവ, എന്റെ കുടുംബത്തെ കാക്കണേ ദേവ, കാവലാവണം. മഹാദേവ, പരമേശ്വര, സർവേശ്വര, കൈലാസനാഥ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ശിവജ്ഞയില്ലാതെ പ്രപഞ്ചത്തിലൊന്നും സംഭവിക്കില്ലെന്നല്ലേ? എന്തിനു വേണ്ടിയാണ് മഹാദേവ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അകറ്റിയത്? ശാപത്തിന്റെ ഫലമാണോ അതോ ഞങ്ങളുടെ തലവിധിയാണോ? അല്പായുസ് തിരിച്ചു വിളിച്ചു, എന്നിട്ടും പരീക്ഷണങ്ങൾ തുടരുന്നു. ഇപ്പതേ ഒന്നും അറിയാത്തൊരു പാവം ചോര കുഞ്ഞിനെ കൊല്ലാനുള്ള ശത്രുക്കളുടെ പദ്ധതിക്ക് നീ എന്തിനു കൂട്ടു നിൽക്കുന്നു?
വരപ്രസാദമായി കിട്ടിയ എന്റെ അടുത്ത തലമുറയെ ശാപത്തിന്റെ പേരിൽ ശത്രുക്കൾ ബലി കൊടുക്കാൻ ഒരുങ്ങുമ്പോ നീ എന്താണ് ഒന്നും ചെയ്യാത്തത് മഹാദേവ? നിനക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പ്രാണം പോലും ഇല്ലാത്ത ആത്മാക്കളാണ് ഞങ്ങൾ. നിസ്സഹായരായ ഞങ്ങൾ നിന്റെ ചരണങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം ദേവ. മഹാദേവ കനിയണേ, ശക്തിയേകി രക്ഷിക്കണേ. ഞങ്ങൾക്ക് ശക്തി നൽകൂ ദേവ. അവിടുത്തെ ശക്തി നൽകൂ, ശക്തി നൽകൂ ദേവ, ശക്തി നൽകൂ ദേവ. നേരം വെളുത്താൽ ഞങ്ങളുടെ ശ്രാദ്ധകർമ്മങ്ങളാണ്. പിന്നെ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയണം. മരണം എന്നത് ഏതൊരു ജീവിതത്തിനും ബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മശാന്തിയുമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ മരണത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനി ഏതു ലോകത്തിലേക്ക് ചെന്നാലും ഞങ്ങൾ ഇരുവരുടെയും ആത്മാവിന് ശാന്തി നൽകില്ല ദേവ. നീ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ പ്രത്യക്ഷപ്പെട്ടാലും നിന്നെ വിശ്വസിക്കുന്ന ഞങ്ങളെ രക്ഷിക്കണം. ഇന്നും ന്യായത്തിനും ധർമ്മത്തിനും ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ ധർമ്മം ഇവിടെ ജയിക്കാൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടാലും സർവേശ്വര പ്രത്യക്ഷപ്പെട്ടാലും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടാലും ഞങ്ങളിൽ കൃപയുണ്ടാകണമേ ദേവ. കൈലാസനാഥ പ്രത്യക്ഷപ്പെട്ടാലും മഹാദേവ പരമേശ്വര, നീ കാരുണ്യവാനാണ്. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിനായി അവിടെ നിന്ന് എത്തിയോ ഈശ്വര? നിന്റെ വംശത്തെ നിലനിർത്താൻ നാം ഇതാ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാനുള്ള വരം നാം നിനക്ക് നൽകുകയാണ്. നിങ്ങൾ ഇരുവരിൽ ഒരാത്മാവിന് ഗർഭസ്ഥ ശിശുവിൽ അന്തർലീനമായി അതേ കുടുംബത്തിൽ ജനിക്കുവാനുള്ള മഹാവരപ്രസാദം നൽകുകയാണെന്ന്. ആ വരപ്രസാദം എന്റെ അനുജത്തിക്ക് നൽകൂ ദേവ. വലിയേട്ടാ, അതെ ശാന്തമ്മേ, ഈ ജന്മത്തിൽ നീ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല. എന്റെ അനുജത്തിയായി ജനിച്ചിട്ടും കാരാഗ്രഹവാസത്തിനും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾക്കും മേരെയായവളാണ് നീ. ആ കുറവ് നികത്താൻ വേണ്ടി നിന്റെ മകളുടെ ഗർഭത്തിൽ മകളായി ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എന്റെ അനുജത്തിക്ക് അവിടുന്ന് പുനർജന്മമേകിയപ്പോൾ എനിക്കുള്ള ആനന്ദം കൊണ്ട് ശരിക്കുമുള്ള ആപത്തിനെ ഞാൻ മറന്നുപോയി മഹാദേവ. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ജീവനെടുക്കാനാണ് ശത്രുക്കളുടെ പദ്ധതി. എന്റെ അനുജത്തി ജനിക്കുന്നതിന് മുൻപേ മരണത്തെ പുൽകാനാണോ വിധി? ഇല്ല ദശരഥ രാമവർമ്മേ, ആ ശിശു ഈ ലോകത്ത് ജനിക്കും വരെ
അതിനെ സംരക്ഷിക്കുന്നതിനായി നിന്റെ ആത്മാവിനെ ഈ ലോകത്ത് തന്നെ നിയോഗിക്കുകയാണ്. ധന്യനായിരിക്കുന്നു പ്രഭു, ധന്യനായിരിക്കുന്നു. മരണാനന്തരം ഈ മഹത്തായ വരം നേടിയ നിനക്ക് മരണത്തിന് മുൻപുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം നിന്റെ ആത്മശക്തിയാൽ നിന്റെ കുടുംബത്തെ അറിയിക്കുവാൻ ശ്രമിച്ചാൽ തൽക്ഷണം നിന്റെ ആത്മാവ് അനന്തവിശ്വത്തിൽ അന്തർധാനമാകുന്നതാണ്. നീ നിർവഹിക്കുന്ന ഈ ദൈവീക കാര്യത്തിൽ നിനക്ക് നാം ചില ശക്തികൾ നൽകുകയാണ്. നിന്റെ ആകസ്മിക മരണത്തിഥിയുടെ അന്ന് മാനവ പ്രവേശക ശക്തിയും ലഭിക്കുന്നതാണ്. നമ്മുടെ അനുഗ്രഹത്തോടെ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ രക്ഷയ്ക്കായി ഈ വരപ്രസാദം നിന്നെ സഹായിക്കും. ധന്യനായിരിക്കുന്നു ഈശ്വര, ധന്യനായിരിക്കുന്നു. ദുഷ്ടശക്തികളെ എതിർക്കുവാനായി ഗർഭസ്ഥ ശിശുവിന് അതുല്യമായ ശക്തികൾ നൽകുന്നു. വരാനിരിക്കുന്ന ആപത്തുകൾ മുൻകൂട്ടി കണ്ട് കാരുരിൽ മൂടിയ അർദ്ധരാത്രി സമയത്ത് സ്വന്തം മാതാവിനെ അറിയിക്കുവാൻ ആ ശിശുവിന് സാധിക്കും. മതി ദേവ, ഇത് മതി മഹാദേവ. അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ബലത്താൽ എന്റെ വംശത്തെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് തിരിച്ച് അങ്ങയിലേക്ക് തന്നെ ഞാൻ ലയിക്കുന്നതാണ്. അതിനെന്നെ അനുഗ്രഹിച്ചാലും മഹാപ്രഭു, ഇതെന്റെ അവസാന ആഗ്രഹമാണ് പ്രഭു. അവിടെ നിന്ന് എന്നെ അനുഗ്രഹിച്ചാലും മഹാദേവ. അമ്മേ എഴുന്നേക്കമ്മേ, അമ്മേ എഴുന്നേക്ക്, അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ അമ്മേ വേണ്ട വേണ്ട, ഓറഞ്ച് ജ്യൂസ് കുടിക്കണ്ട അമ്മേ, വേണ്ട അമ്മേ. ആ ജ്യൂസ് കുടിക്കല്ലേ അമ്മേ, കുടിക്കല്ലേ. അമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന മോള്, ഞാനമ്മയുടെ വയറ്റിന്നാ സംസാരിക്കുന്നേ. മോളെ, നീയോ? നിനക്കെങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റുന്നേ? ഇത് സത്യമാണോ സ്വപ്നമാണോ? സത്യമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടമ്മേ. നാളെ അച്ഛനൊരു ആപത്ത് വരുന്നുണ്ട്. മോളുടെ അച്ഛന് ആപത്തുണ്ടെന്നോ? നീ എന്താ മോളെ പറയുന്നേ? അച്ഛനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാ. വെള്ളത്തില് മുക്കിക്കൊല്ലാൻ പോകുന്നെന്നോ? ആരാ മോളെ? ആരാന്ന് പറ. ആരാ അങ്ങനെ അച്ഛനെ അപകടപ്പെടുത്താനായിട്ട് നോക്കുന്നത്? പറ. അച്ഛനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാ. വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞേക്കമ്മേ. ഇത് മോളോട് ആരാ പറഞ്ഞേ? മോൾ എങ്ങനെ ഇത് അറിഞ്ഞതെന്ന് പറ. പറ മോളെ. അതിരിക്കട്ടെ, നിനക്ക് എങ്ങനെ എന്നോട് സംസാരിക്കാൻ പറ്റുന്നേ? ദേവേട്ടനെ ആരാ അപകടപ്പെടുത്താൻ പോകുന്നേ? ദേവേട്ടാ, 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 ദേവേട്ട എഴുന്നേക്ക്. ദേവേട്ടാ, എന്തു പറ്റി വൈദേഹി? ദേവേട്ടനെ അപകടപ്പെടുത്താൻ പോവാ. വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാ. ദേവേട്ടൻ വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. എന്തപകടം? ഏത് വെള്ളം? നീ എന്തൊക്കെയാ പറയുന്നു വൈദേഹി? സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? സ്വപ്നല്ല ദേവേട്ട, നമ്മുടെ മോള എന്നോടിത് പറഞ്ഞത്. ദേവേട്ടനെ നാളെ ആരോ അപകടപ്പെടുത്താൻ പോവാണത്രേ ദേവേട്ട. വൈദേഹി, കുഞ്ഞെങ്ങനെ നിന്നോട് സംസാരിക്കുന്നേ? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മാത്രല്ല, ഈയിടെയായിട്ട് നിന്റെ മനസ്സ് മുഴുവൻ എനിക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാ. അതുകൊണ്ടാ വൈദേഹി നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അത് നമ്മുടെ മോള് നിന്നോട് പറയുന്നതായിട്ട് നീ സ്വപ്നവും കണ്ടു കാണും, അല്ലാതെ വേറൊന്നുമല്ല. അയ്യോ, അത് സ്വപ്നമല്ല ദേവേട്ട. എനിക്ക് തോന്നിയതുമല്ല. സത്യമായിട്ട് മോള് സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ദേവേട്ട, ഈ ബലൂൺ പുറത്തേക്ക് പറന്നു പോവായിരുന്നു. എടുത്തോണ്ട് വരാൻ വേണ്ടി പോയതാ. അപ്പൊ ആകാശത്ത് അമ്പിളിയമ്മാവനെ നോക്കി നിന്നു പോയി. ആ
സമയത്ത് മോൾ എന്നെ വിളിച്ചു. അമ്മേ, ഞാൻ അമ്മയുടെ മോളാണ്, എന്റെ വയറ്റിനകത്തുനിന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യമായിട്ടും പറയാ, അച്ഛൻ അപകടം ഉണ്ടാവുന്ന അവള് പറഞ്ഞത്. അതും സത്യം തന്നെ ദേവേട്ട. വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ ഇപ്പൊ മോളെ കൊണ്ട് സംസാരിപ്പിക്കാം. മോളൂട്ടി, നോക്ക്, നിന്റെ അച്ഛൻ വിശ്വസിക്കുന്നില്ല. അച്ഛൻ അപകടാന്നല്ലേ നീ പറഞ്ഞത്? നീ തന്നെ പറയേ. പറയും മോളെ, വെള്ളത്തിലിറങ്ങി അച്ഛൻ അപകടം ഉണ്ടാവുമെന്ന് നീയല്ലേ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞത്? അത് അച്ഛനോട് നേരിട്ട് പറ. മോള് പുറത്തു വെച്ച് സംസാരിച്ചതാ. ഇപ്പോഴവള് സംസാരിക്കും. ഒരു മിനിറ്റ് നിക്കേ. മോളൂട്ടി, ഒന്ന് സംസാരിച്ചേ. പൊന്നു മോളല്ലേ, അച്ഛനോട് പറഞ്ഞു കൊടുക്ക. വൈദേഹി, കുഞ്ഞെങ്ങനെ സംസാരിക്കുന്ന നീ പറയുന്നേ? അല്ല ദേവേട്ട, വൈദേഹി,